എന്റെ അഭിപ്രായം. കാരണം വെച്ചാൽ എങ്ങനെയാലും നമ്മൾ കോട്ടിട്ടിട്ട് ബനിയൻ കീറിയിട്ടുണ്ടെങ്കിലും കോട്ടിട്ടിട്ട് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഒരു 2-3 പേരുണ്ട് തീർച്ചയായിട്ടും. ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതില്. അപ്പൊ അത് ആവാം. നെക്സ്റ്റ് വന്നിട്ട് ലക്സുറി. ഇത് വന്ന് വളരെ റെയർ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അംബാനി ഉണ്ടാവാം, അദാനി ഉണ്ടാവാം, വന്നിട്ട് അതേമാതിരി പലരും അതിൽ വലിയ വലിയ ടോപ്പ് മോസ്റ്റ് പീപ്പിൾസ്, അതായത് എല്ലാവരും ഇതിൽ വരുന്നവരാണ്. ഓക്കെ, ഇപ്പോ ഇന്ന് വന്നിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് എന്താണ്, നമുക്ക് വന്നിട്ട് മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റ് പലതുണ്ടെങ്കിലും നമുക്ക് റിട്ടേൺസ് വളരെ കമ്മിയാണ് അതിൽ. അത് സമ്മതിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ ചേഞ്ച് ആവുക പല ഗവൺമെന്റ് സ്കീംസിലും റിട്ടേൺസ് വളരെ കമ്മിയാണ്. അതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടിൽ പോണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇപ്പൊ എടുത്തില്ലേ? ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, സ്റ്റോക്സ് ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള ഡ്രോബാക്സും ഗുഡ്നെസ്സും ഉണ്ട്. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് എന്റെ ഡിസ്ക്ലൈമർ. ഇതെന്താണ് വായിക്കാം, ആര് വായിച്ചാൽ വായിക്കാം. Mutual funds are subject to market risk. The principal and the accruals are not guaranteed, and it is likely to lose or gain depending upon the market situation.